കാമുകനൊപ്പം ജീവിക്കാൻ ഭാര്യ ഭർത്താവിനെ കാമുകനുമായി ചേർന്ന് കൊലപ്പെടുത്തി. സംഭവം ഉത്തർപ്രദേശിലാണ്. അംറോഹ എന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം. അവിടെ പിപ്ലൗട്ടി കല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ സംഭവം നടന്നത്. മെഹരാജ് എന്ന കൂലിപ്പണിക്കാരനാണ്, ആരോഗ്യമുള്ള ആളാണ്. അയാളുടെ ഭാര്യ റൂഫി എന്ന സ്ത്രീയും 2 കുട്ടികളുമുണ്ട്. ഈ റൂഫി തൻ്റെ സഹോദരി ഭർത്താവിൻ്റെ ബന്ധുവായ ഒരാൾ, ഹർമൻ എന്ന് വിളിക്കുന്ന ഒരാളുമായി ചെറുപ്പം മുതലേ അടുപ്പത്തിലായിരുന്നു. പക്ഷേ ആ വിവാഹം നടന്നില്ല. മെഹരാജ് എന്ന അധ്വാനിയായ കൂലിപ്പണിക്കാരൻ്റെ ഭാര്യയായി. അങ്ങനെ റൂഹിക്ക് 2 കുട്ടികളും ഉണ്ടായി. പക്ഷേ ആ ചെറുപ്പകാലം മുതലുള്ള പ്രണയം, അതിൽ നിന്ന് അവർക്ക് 2 കൂട്ടർക്കും മാറാൻ പറ്റാതെ വന്നു. ഏതായാലും 2 കുട്ടികളായെങ്കിലും ഭർത്താവ് ഒരു തരത്തിലും പിന്മാറില്ല എന്നറിഞ്ഞുകൊണ്ട് അയാളെ കൊലപ്പെടുത്താൻ അവർ തീരുമാനിച്ചു. അതൊരു അതിബുദ്ധി കാണിച്ചതാണ്. ഭർത്താവിനെ ഏതോ കള്ളന്മാർ രാത്രി വീട്ടിലെ മോഷണത്തിന് വന്നപ്പം കൊന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. അതാണ് ഹർമൻ്റെ കൂട്ടുകാരനും ഈ പെൺകുട്ടിയുമായി ചേർന്ന് പ്ലാൻ തയ്യാറാക്കിയത്. എന്തായാലും രാത്രിയിൽ ഇയാൾ കൂലിപ്പണി കഴിഞ്ഞ് വന്ന് അല്പം മദ്യപിച്ച് അബോധാവസ്ഥയിൽ കിടന്ന് ഉറങ്ങുന്ന സമയം ആ വിവരം റൂഹി ഹർമനെ അറിയിച്ചു. ഹർമൻ്റെ സുഹൃത്തുമായി വന്ന് അവർ അബോധാവസ്ഥ കിടക്കുന്ന ആളുടെ കാലുകൾ കൂട്ടിക്കെട്ടി. കാല് കൂട്ടിക്കെട്ടിയിട്ട് കത്തി കൊണ്ട് കഴുത്തറക്കുകയാണ്, ജീവനോടെ അറുത്തു. അതിനുശേഷം കാമുകൻ ഹർമനും കൂട്ടുകാരനും പോയി. അതിനകത്ത് ഒരു മോഷണത്തിൻ്റെ ശ്രമത്തിനിടയിൽ ഭർത്താവിൻ്റെ കഴുത്ത് കണ്ടിച്ചെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വരാന്തയിലിരുന്ന, നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലെ പല വീടുകളിലൊക്കെ കയറ് കട്ടിൽ പോലെ എടുത്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് പോകുന്ന കട്ടിൽ കാണാം. ആ വരാന്തയിൽ അങ്ങനെ ഒരു കട്ടിൽ ഇയാളെ കിടത്തി. അവിടെ അയാൾ രാത്രിയിൽ കള്ളന്മാരെ വന്ന് കഴുത്തറുത്ത് വീട്ടിൽ മോഷണത്തിന് ശ്രമം ഉണ്ടായി. അന്നേരം ഇവരറിഞ്ഞു എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. പക്ഷേ നേരം വെളുക്കുന്നിടം വരെ ഈ ഭർത്താവ് കട്ടിലിൽ കഴുത്തറ്റ് കിടക്കുന്ന ആ വീട്ടിൽ കിടന്ന് ആ റൂഹിയും തൻ്റെ മക്കളും കിടന്ന് ഉറങ്ങി എന്നുള്ളതാണ്. രാവിലെ പതിവ് പോലെ എഴുന്നേറ്റപ്പോഴാണ് ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ച് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കഴുത്ത് കണ്ടിച്ചിട്ടിരിക്കുന്ന അവർ കണ്ടത്. വിവരം ഭർത്താവിൻ്റെ പിതാവിനടുത്ത് അടുത്ത് താമസിക്കുന്ന അറിയിച്ചു. അവരെല്ലാം ഓടി വന്നു. നോക്കിയപ്പം വീടിൻ്റെ വരാന്തയിൽ കട്ടിലിൽ കഴുത്തറ്റ് കിടപ്പുണ്ട് ഭർത്താവ്. വീട്ടിൽ നിന്ന് മോഷണം പോയതായിട്ട് അവർക്ക് പറയാൻ പറ്റിയില്ല. അറ്റംപ്റ്റാണ്, ഒരു ശ്രമം ഉണ്ടായപ്പോഴാണ്. ഇയാളെ കൊന്നിട്ട് ഉള്ള സമയത്ത് മോഷണം നടത്തിക്കൊണ്ട് പോകാമെന്ന് കള്ളന്മാർ തീരുമാനിച്ചപ്പോൾ ഇവർ ഉണർന്ന് ബഹളം വെച്ചു. അങ്ങനെയാണ് സംഭവം വെളിയിലേക്ക് പോയത്. മെഹരാജിനെ കൊന്നു. അത് ഹർമൻ്റെ സുഹൃത്തുക്കൂടെ വേണ്ടിയിട്ടാണ് കൊന്നത്. റൂഹിക്ക് തൻ്റെ സഹോദരി ഭർത്താവിൻ്റെ അകന്ന ബന്ധുവായ ഈ ഹർമനുമായിട്ട് വളരെ നാളുകളായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം മുറിക്കാൻ പറ്റിയില്ല. എന്തായാലും പോലീസ് വന്നു കഴിഞ്ഞപ്പം അവിടെ എല്ലാം പരിശോധിച്ച് ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കി. ഈ സീൻ ആദ്യം വന്ന് കണ്ട് ആ പിതാവ് ഭർത്താവിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ മെഹരാജിൻ്റെ പിതാവ് വന്ന് നോക്കിയപ്പം അയാൾക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. മകൻ്റെ മരണത്തിൽ ഇത് ആരോ മനഃപൂർവ്വം അറുത്തതാണ്, മകനെ കൊന്നതാണ് എന്നും. അത് തന്നെയല്ല, മെഹരാജിൻ്റെ പിതാവിനും മറ്റുള്ളവർക്കും ഈ റൂഹിയും അവളുടെ കാമുകനുമായിട്ടുള്ള ബന്ധമൊക്കെ അറിയാം. അതുകൊണ്ട് അവർ പോലീസിൽ സംശയം പ്രകടിപ്പിച്ചു. പോലീസ് വന്നു ഇവരെ ചോദ്യം ചെയ്തു. അവസാനം ഇവരെ കുറ്റം സമ്മതിച്ചു. അങ്ങനെ ഈ റൂഹിയെയും ഹർമൻ്റെ സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. മോഷണ ശ്രമത്തിനിടയിൽ ആണ് സംഭവം ഉണ്ടായെന്ന് അവർ സമർത്ഥിക്കാൻ ശ്രമിച്ചത് വിലപ്പോയില്ല. വരാന്തയിൽ, അതുകൊണ്ടാണ് വരാന്തയിൽ വെച്ച് കട്ടിലിൽ കിടന്ന ആളെ കൊന്നിട്ട് വീട്ടിനകത്ത് കയറാനുള്ള ശ്രമത്തിൽ ഇവർ അന്നേരം ഉണർന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഏതായാലും അത് സ്വന്തം ഭർത്താവിന് 2 കുട്ടികളെ പിതാവിനെ ഭാര്യ കാമുകന് വേണ്ടി കൊന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത.